അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലത്തി അദ്രിക്കിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്ന വിഷയം ബറാഅത്ത് രാവിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടതായ ഒരു വലിയ സംഭവമാണ് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബറാഅത്ത് രാവിൻ്റെ അന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇന്ന് ബറാഅത്ത് രാവാണ്, അതുകൊണ്ട് അന്ന് ആകാശത്തേക്കൊന്ന് നോക്കൂ നബിയെ. ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഫൈദൻ അബ്വാബുസ് സമാവാതി മഫ്തൂഹ, ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. വൽ മലായികത്തു മിനസ് സമാഇ ദുനിയ ഇലൽ അർശ്, മലക്കുകൾ, ഒന്നാം ആകാശത്തിലുള്ള മലക്കുകൾ അവർ സുജൂദിലാണ്. യസ്തഗ്ഫിറൂന ലി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനു വേണ്ടി അവർ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന പോലെ വഅലാ കുല്ലി ബാബി സമാഇ മലക്കുൻ, എല്ലാ ഓരോ ആകാശത്തിൻ്റെ വാതിലുകളുടെയും അടുക്കലൊരു മലക്കുണ്ട്. ആകാശത്തിൻ്റെ വാതിലുകൾ, ആകാശം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ആകാശം, ഈ ആകാശവും ഭൂമിയും തമ്മിൽ എത്ര അകലുണ്ടോ എന്ന പോലെ ഓരോ ആകാശങ്ങൾക്കും ഇടയിൽ അകലമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 7 ആകാശം കൂടുമ്പോൾ എത്രയോ വിശാലമാണ്. കാരണം സ്വർഗത്തിൻ്റെ ഒരു വിശാലത അള്ളാഹു പറയുന്നത് അർദു അസ്സമാവാതു വൽ അർദ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അത്ര വിശാലത സ്വർഗത്തിനുണ്ട് എന്നാണ് അള്ളാഹു സ്വർഗത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം വിശാലത വേണമല്ലോ. ഒന്നാം ആകാശത്തിലുള്ള മലക്ക് പറയുന്നത് എന്താണെന്നറിയോ? തൂബാലിമയ്യർക്കൗഫിയാദിയില്ല, ഈ രാത്രിയിൽ റുക്കൂയിലായി കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് സന്തോഷമുണ്ട്. അവർക്ക് സന്തോഷം, ഒരു വലിയ ഭാഗ്യവാന്മാരാണ്. രണ്ടാമത്തെ ആകാശത്തിലുള്ള മലക്കിൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? ആശംസ എന്താണെന്നറിയോ? തൂബാലിമൻ യസ്ജുദ് ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ സുജൂദിലായി കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് സന്തോഷമുണ്ട്. അവർ വലിയ ഭാഗ്യവാന്മാരാണ്. മൂന്നാം ആകാശത്തിലുള്ള മലക്കിൻ്റെ പ്രാർത്ഥന തുബാലിദ്ദാകിരീന ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ ദിക്റിലായി കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് സന്തോഷം. അതുപോലെ നാലാം ആകാശത്തിലുള്ള മലക്കിൻ്റെ പ്രാർത്ഥന എന്താണെന്നറിയോ? ആശംസ എന്താണെന്നറിയോ? തുബാലിമൻ ദഅ റബ്ബഹു ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത ആളുകൾക്ക് സന്തോഷം. അഞ്ചാമത്തെ ആകാശത്തിലുള്ള മലക്കിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? തുബാലിമൻ ബകാ മിൻ ഖശിയത്തില്ലാഹി ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ ആളുകൾക്ക് സന്തോഷം. അതുപോലെ ആറാമത്തെ ആകാശത്തിലുള്ള മലക്കിൻ്റെ പ്രാർത്ഥന തൂബാലിമൻ അമില ഖൈറൻ ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ നന്മ പ്രവർത്തിച്ചവർക്ക് സന്തോഷം.
അതുപോലെ ഏഴാമത്തെ ആകാശത്തിലുള്ള മലക്കിൻ്റെ പ്രാർത്ഥന തൂബാലിമൻ ഖറഅൽ ഖുർആന ഫി ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ ഖുർആൻ ഓതി അങ്ങനെ രാത്രിയെ ധന്യമാക്കിയ ആളുകൾക്ക് സന്തോഷം. ഇങ്ങനെ ഈ ഒരു സമയത്ത് ഈ മലക്ക് പിന്നീട് പറയും ഹൽ മിൻ സായിലിൻ ഫയുഉതാ സുല, ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നവരാരാ, അവൻ്റെ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം കൊടുക്കും. വഹൽ മിൻ ദാഇൻ ഫയസ്തജാബു ലഹു ദുആഉ, ഈ രാത്രിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തതാരാ, അവൻ്റെ ദുആക്ക് അള്ളാഹു ഉത്തരം കൊടുക്കും. അതുപോലെ വഹൽ മിൻ തായിബിൻ ഫയുതാബു അലൈഹി, അവർക്ക് ചോദിക്കാം ഈ രാത്രിയിൽ പശ്ചാത്തപിച്ചവനാരാ, അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. വഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫയഗ്ഫിറ ലഹു, ഈ രാവിൽ അള്ളാഹുവിനോട് പൊറുക്കല്ല തേടിയവനാരാ, അവനിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഫഇന്നല്ലാഹ തആല യഅ്തികു മിനന്നാർ, അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. ഫീ ഹാദിഹിൽ ലൈലത്തി, രാത്രിയിൽ അക്സറു മിൻ അദദി ശഹരി വനമിൻ ലിഖബീലത്തി ബനി കൽബ്, ബനു കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ആളുകൾ അള്ളാഹു തആല നരകത്തിൽ നിന്ന് ഈ ഒരു രാത്രി മോചിപ്പിക്കും. അതുകൊണ്ടാണ് രാത്രിക്ക് ബറാത്ത് രാവ്, ബറാത്ത് എന്ന് പറഞ്ഞ മോചനം, നരകത്തിൽ നിന്നുള്ള മോചനം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് അമൽ ചെയ്യാൻ ധാരാളം മതി. അതുകൊണ്ട് ഈ ഒരു ശബ്ദം വീക്ഷിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാവരോടും വളരെ വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ വരാനിക്കുന്ന നമുക്ക് ബറാഅത്ത് രാവ് ധാരാളമായിട്ട് ദിക്റുകളും ദുആകളും കൊണ്ട് സജീവമാക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിന് അവസരം നിങ്ങൾ കണ്ടെത്തണം, ഒരുക്കണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആകളിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്നുള്ള വിനയത്തോടെ എല്ലാവരോടും അറിയിക്കുന്നു. അള്ളാഹു ഈ രാവിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ രാവിൽ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരുപാട് മുഅ്മിനീങ്ങളായ അടിമകളായ ഒരുപാട് ഔലിയാക്കന്മാർ, സൂഫിയാക്കൾ, സജ്ജനങ്ങൾ, അവിടെയൊക്കെ ദുആകളിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ വിജയിപ്പിക്കട്ടെ. എല്ലാവരും ഒന്നും കൂടെ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.